ഹലോ അപ്പം മക്കളെ, കുറേ നാൾക്ക് ശേഷം ഒരു വാട്ട് വി എയ്റ്റിനെ ഇടയാണ്ടാ. നമ്മൾ റൂമിൽ ഒറ്റക്കുള്ളപ്പോൾ, അതായത് നമ്മുടെ കെട്ടിയന്മാരെ ജോലിക്ക് പോണ സമയത്ത് നമുക്ക് വേണ്ടി നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കലില്ല കേട്ടാ. ഐസൂനും മിക്കും കഞ്ഞി മാത്രമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കലൊന്നുമില്ല. ഐസും മിക്കും കഞ്ഞി കുടിച്ചോളും, തൈരിട്ട് കൊടുത്താൽ മതി. ഞങ്ങളും ചില സമയത്ത് കഞ്ഞി കുടിക്കും, അല്ലാത്തപ്പോൾ തലേന്നത്തെ ഡിന്നർ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. സ്ഥിരം പതിവ് പോലെ തന്നെ വെള്ളത്തിലാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. അതൊക്കെ കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ് പാൽ കുടിക്കൂട്ടാ. രണ്ടാളും ഒരേപോലെ തന്നെയാണ് എല്ലാം കഴിക്കണതും കുടിക്കണതും. ഇത് വെറും പാലാണ്, ഇതിൽ പഞ്ചസാര ഒന്നുമില്ല, ജസ്റ്റ് തിളപ്പിച്ചെടുത്തേക്കണ പാല് മാത്രമാണ്. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തലേന്നത്തെ ബാക്കി ഉണ്ടായ പാസ്തയും പിസ്സ ഒക്കെ കഴിച്ചങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാ. ഒരുപാടൊന്നും ഉണ്ടായില്ല. ഈ കാണുന്ന പാസ്തയും പിന്നെ 3 പീസ് പിസ്സ ഉണ്ടായിരുന്നു. ഇത് ഹോം മെയ്ഡ് പിസ്സയാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത്ര റിച്ച് ആയിട്ടിരിക്കുന്നത്. ആവശ്യത്തിലധികം ചിക്കനും വെജീസും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു പിസ്സ റെഡിയാക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 പീസ് മാക്സിമം നമ്മുടെ വയററിയൂട്ടാ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈവനിങ്ങിൽ ഒരു ചായ. ഈ ചായയിൽ മധുരമൊക്കെ ഇട്ടുണ്ട് കേട്ടാ. പണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചായയും കൂടി ഉണ്ടാക്കില്ലായിരുന്നട്ടാ. ഇപ്പം പക്ഷേ ചായ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ചായ ഇട്ട് കുടിക്കലുണ്ട് വൈകുന്നേരം. ഡിന്നറിന് നമുക്ക് കപ്പയും ബീഫും ആയിരുന്നു. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് കപ്പയും ബീഫിലും ഇത്രയും ചാറൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമുണ്ടാ. പിന്നെ കുറേ പേര് നമ്മുടെ വെയിറ്റ് ലോസ് ജേണിനെ പറ്റിയൊക്കെ കമൻ്റ് ആയിട്ടും പേഴ്സണൽ മെസ്സേജസ് ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് ഇടണം കേട്ടോ. കപ്പയും ബീഫിൻ്റെ മേളിൽ സവാളയും മല്ലിയിലൊക്കെ ഇട്ടുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.